ഉദയ്പൂർ സിറ്റി പാലസിനുള്ളിലെ ചന്ദ്രമഹൽ എന്നറിയപ്പെടുന്ന ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പിച്ചോള ലേക്കിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ വിശാലമായ പിച്ചോള ലേക്കാണിത്. മനോഹരമായ കാഴ്ചകൾ. പണ്ടത്തെ രാജാക്കന്മാരുടെ വാതിലിൽ ആണെങ്കിൽ ചേട്ടായിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുനിഞ്ഞു കയറേണ്ടി വന്നേനെ. ഇതാണ് അവസ്ഥ. ചേട്ടായി ഇവിടെ വന്ന് അടുത്തത് ഇടിക്കും. അപ്പൊ മനസ്സിലായി, രാജാക്കന്മാരുടെ കാലത്ത് നല്ല കഷ്ടപ്പാടായിരുന്നു. കുനിഞ്ഞു 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 പോകേണ്ട അവസ്ഥയാണ്. എനിക്കൊന്നും വേണ്ട, ഇതേ ഉള്ളൂ. സുരക്ഷാ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരാൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അതിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് കയറി പോവാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന കൊട്ടാരത്തിന്റെ ഈ ഭാഗം അറിയപ്പെടുന്നത് ബഡി മഹൽ എന്ന പേരിലാണ്. ബഡി മഹലിന്റെ ഈ നടുമുറ്റത്ത് ധാരാളം ചെറുമരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് ഗാർഡൻ പാലസ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഭാഗമാണ് കൊട്ടാരത്തിലെ ഏറ്റവും ഉയരമുള്ള ഭാഗം, അതായത് ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഇവിടെ. അതുപോലെ തന്നെ മരങ്ങൾക്കിടയിൽ ഇതാ നിങ്ങൾക്കിവിടെ ഒരു നീന്തൽക്കുളമൊക്കെ കാണാൻ പറ്റും. അന്നത്തെ കാലത്തെ കൊട്ടാരത്തിലെ പുരുഷന്മാരുടെ വിശ്രമ കേന്ദ്രമായിരുന്നു ഈ ഒരു സ്ഥലം. അപ്പം ഇപ്പം അതിൽ നീന്തൽക്കുളത്തിൽ ഇപ്പം വെള്ളമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ബഡി മഹലിന്റെ ഒരു കോർണറിൽ ഒരു മുറിയുണ്ട്. അവിടെ ഒരു ഭാഗത്ത് പ്രാവുകളെ വളർത്തിയിരുന്ന മുറിയാണിത്. ദൂരദേശത്തേക്കൊക്കെ സന്ദേശം അയക്കാൻ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയ പ്രാവുകളായിരുന്നു ഇവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗങ്ങളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ബഡി മഹലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ 4 വശങ്ങളിലും കൂടി 104 മാർബിൾ തൂണുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇതിന്റെ നടുക്കൊരു കൽത്തൊട്ടിയുണ്ട്. അതിൽ ഇപ്പോഴും ചെറിയ തോതിൽ വെള്ളമുണ്ട്. അന്നത്തെ കാലത്തെ ബാത്ത് ഹൗസ് ആയിരുന്നു ഇത്. ഇപ്പോൾ ഇതൊരു ചുമ്മാ കിടക്കുന്ന ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദയ്പൂർ നഗരത്തിന്റെ ഒരു ഓവറോൾ ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു ബഡി മഹൽ നിർമ്മിച്ചത് മഹാറാണ അമർ സിംഗ് ആണ്. അദ്ദേഹം നിർമ്മിച്ച ഈ ഒരു ബഡി മഹലിന്റെ ഈ ഒരു ബാൽക്കണി സൈഡിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളും താഴെവശങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതായിരുന്നു പ്രധാന ഗേറ്റ്. ഇതിലൂടെ അല്ല നമ്മൾ ആദ്യം കയറി വന്നത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ 2 ആനകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് കണ്ടു കേട്ട് പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ വരെയുള്ള ഉദയ്പൂരിന്റെ സിറ്റി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ശിവ് വിലാസ് എന്നറിയപ്പെടുന്ന ഒരു ടെറസ് ഭാഗത്തോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണിത്. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെയുള്ളൊരു ചെറിയ റൂമും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു ടെറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ചൈനയിൽ നിന്നും കൊണ്ടുവന്ന ടൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ചുവരിലെ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ചൈനീസ് കലാകാരന്മാരുടെ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ അധികവും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം ജീനി ചിത്രശാല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ നിതാപ്പ ചേട്ടായി പറഞ്ഞു ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാലും ഉദയ്പൂരിൻ്റെതും കൊട്ടാര ഭാഗങ്ങളുടെയൊക്കെ ചിത്രം നല്ല വിശാലമായിട്ട് കാണാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കിയതാണ്. നമുക്ക് ഉദയ്പൂർ സിറ്റിയുടെ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള മനോഹരമായ കാഴ്ചയും കൊട്ടാര ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സിറ്റി പാലസിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് പോകാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും ആഡംബര ഹോട്ടലുകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് മോത്തി മഹൽ എന്ന പേരിലാണ്. ഇവിടെ ഒരു ചെറിയൊരു മഹാരാജ കരൺ സിംഗ് തൻ്റെ ഭരണകാലത്ത് താമസിച്ച ഒരു ചെറിയതെന്ന് പറയത്തില്ല, അത്യാവശ്യം വലിയൊരു മുറിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഫുള്ള് ഗ്ലാസിനാലാണ് നിർമ്മിച്ചത്. പല കളറിലുള്ളതും അതുപോലെ മിററുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് ഇവിടം കാണാനും. ഇത് പണ്ടത്തെ ഡോറായിരുന്നത്. ആ ഡോറിൽ ചെറിയ ഈ വഴികളിൽ ഇത്രയും ചെറിയ വലിപ്പമുള്ള വാതിലുകളാണ്. ഇത്രയും വലിപ്പമുള്ള അതിനുള്ള ചേർന്ന ഡോർ ഇതായിരുന്നു. പിന്നെ ഇത് ഓൾഡ് ഐവറി ഡോർ. ആ ഡിസൈൻ പണ്ടത്തെ വാലുകൾ സെക്യൂരിറ്റി പർപ്പസിനോട് ചെറിയ ചെറിയ വാതിലുകളായിരുന്നു. ഞാൻ പെട്ടെന്ന് സൈന്യത്തിന് ഓടി കയറി വരാൻ പ്രയാസമാണ്.
ഇത് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് റെഡിയാക്കുന്നത്. എല്ലാം കുനിഞ്ഞെല്ലാം തലയിടും. മോന്തി മഹൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് ഭീം വിലാസ് എന്നൊരു സ്ഥലമാണ്, ഭാഗത്തേക്കാണ്. ഇവിടെയും നല്ല മനോഹരമായ കാഴ്ച കാണാം. അതുപോലെ തന്നെ ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ ഒരു നടുമുറ്റം കാണാം. അത് മോർ ചൗക്ക് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് പീകോക്ക് കോർട്ട്യാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ ഈ ഒരു കോറിഡോർ ഉണ്ട്. ഇവിടെ ഒരു കോറിഡോറും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കോറിഡോർ സൂര്യപ്രകാശ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കോറിഡോറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ താഴെവശത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഈ ഒരു കോറിഡോറിൻ്റെ ഇരുവശങ്ങളും ഒരു ചുവർ ചിത്രങ്ങളാലും കളറുകളാലും ഒക്കെ വളരെ മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ പ്രധാനത്തെ നടുമുറ്റം എന്ന് പറയുന്നത്. നമ്മൾ കയറി വന്നപ്പോൾ കണ്ട സ്ഥലമാണ്. അതിനപ്പുറം ഈ ഒരു കോറിഡോറിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം രാവിലെ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോഴേ ആദ്യത്തെ സൂര്യകിരണം പതിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ രാവിലെ വെയിൽ കായാനൊക്കെ രാജാവൊക്കെ വന്നിരിക്കുന്ന സ്ഥലം ഈ ഒരു കോറിഡോർ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അതിന് സൂര്യപ്രകാശ് എന്ന പേര് കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മളിനി മുന്നോട്ട് പോയി നോക്കാം അടുത്ത സ്ഥലം ഏതാണെന്ന്. ഇവിടെ നമുക്ക് സൂര്യൻ്റെ വലിയൊരു ചിത്രം കാണാൻ സാധിക്കും. മേവാറിലെ രാജാക്കന്മാർ സൂര്യഭഗവാനെ ആരാധിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ്റെ ചിഹ്നം ഇവർ ഉപയോഗിച്ചിരുന്നതും. ഇപ്പോൾ നമ്മളുള്ളത് നേരത്തെ പറഞ്ഞ ഒരു മോർ ചൗക്ക് അല്ലെങ്കിൽ പീകോക്ക് കോർട്ട്യാർഡിലാണ്. മുകളിൽ നിന്ന് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടിരുന്നു. ഇവിടെ കൊട്ടാരത്തിലെ നൃത്തപരിപാടികളൊക്കെ നടന്നിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ മുകളിൽ നിന്നാണ് കൊട്ടാരത്തിനുള്ളിലെ സ്ത്രീകളൊക്കെ ഇവിടുത്തെ നൃത്ത പരിപാടികളൊക്കെ കണ്ടിരുന്നത്. ഈ ഒരു ചൗക്കിന് മോർ ചൗക്ക് എന്ന പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇതാ 3 വലിയ പീകോക്കിൻ്റെ ചിത്രപ്പണികൾ ചെയ്ത ചുവർ ചിത്രമുണ്ട്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നതിൻ്റെ കാരണം. ഈ ഒരു സ്ഥലമായിരുന്നു കൊട്ടാരത്തിലെ വനിതകളുടെ ഏരിയ. രാജമാതാവും സ്ത്രീകളുമൊക്കെ ഒന്നിച്ചു കൂടിയിരുന്നതും സന്ദർശകരെ കാണുന്നതുമൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും വേഗം തന്നെ കണ്ടു തീർത്തു. 2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കണ്ടു തീർത്തു. കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഓവറോൾ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ മെയിൻ എൻട്രൻസ് ഒന്നും നമുക്ക് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. അതും കൂടി നമുക്കിനി കാണണം. ഇപ്പോൾ ഏകദേശം നല്ല തിരക്കുമായിട്ടുണ്ട്. അങ്ങനെ ഉദയ്പൂർ സിറ്റി പാലസ് കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഉദയ്പൂർ സിറ്റി പാലസ്. ഇത് കുറച്ച് ഇത് എത്ര 6 ഏക്കർ അല്ലേ? 15 ഏക്കറിൽ ഇത് 15 ഏക്കറിലല്ലേ സിറ്റി പാലസ്? 15 ഏക്കറാണ് ഈ സിറ്റി പാലസ്. അത്രയും വലിയ സംഭവം. ഇതിൻ്റെ അകത്ത് കുറേ കാണാനുണ്ട്. ഒരു 2 മണിക്കൂറായി. 2 മണിക്കൂർ മിനിമം എടുക്കും. പെട്ടെന്ന് ഓടി അല്ലെങ്കിൽ നല്ല സമയം എടുക്കും. ഇതിങ്ങനെ ഓരോന്ന് കണ്ട് വായിച്ച് വരുവാണെങ്കിൽ നല്ല സമയം എടുക്കും. പിന്നെ ഇവിടെ ഗൈഡ് അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് തന്നെ ഓഡിയോ ഗൈഡും കിട്ടും. നമുക്ക് തന്നെ അടുത്തത് പൊയ്ച്ച ലേക്ക്. പിച്ചോള ലേക്കും ജഗ് മന്ദിരം. അതൊരു ബോട്ടിംഗ് ആണ്. 1 മണിക്കൂറത്തെ ബോട്ടിങ്. അങ്ങനെ ബോട്ടിങ് ഹോട്ടലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. ഇനി അടുത്ത് നമ്മൾ അതും കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങൾ. ഈ ഇടതുവശത്ത് താഴെയായി കാണുന്ന ഈ ഒരു കെട്ടിടം രാജാക്കന്മാരുടെ കാലത്ത് കുതിരാലയങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് സുവനീർ കച്ചവട സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സുവനീർ ഷോപ്പുകളാണ് ഈ ഒരു സൈഡിൽ മുഴുവനും കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് രാജകുടുംബം താമസിക്കുന്നുമുണ്ട്. ഇതാണ് പ്രധാന ഗേറ്റ്. ഇതാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതായിരുന്നു പ്രധാന കവാടം. ഇതിലൂടെ നമുക്ക് കയറാൻ പറ്റിയില്ല. ഇതിങ്ങനെ ഈ ഒരു കവാടം കടന്നിട്ടായിരുന്നു ശരിക്കും നമുക്ക് കൊട്ടാരത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ വഴി ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആനകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ തെന്നി പോവാതിരിക്കുന്നതിനൊക്കെയാണ്. അന്നത്തെ രീതിയിൽ നിർമ്മിച്ചതാണ് ഈ ഒരു വഴീൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ
സ്ലിപ്പ് പോലെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലിപ്പായി ആനകൾ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ സിറ്റി പാലസിൽ നിന്നും ഇറങ്ങി ജഗ്മന്ദിറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിങ്ങിനായിട്ട് പോകുവാണ്. ഇനി നമുക്ക് അടുത്ത സ്പോട്ട് ജഗ്മന്ദിർ ആൻഡ് ബോട്ടിംഗ്.